അങ്ങനെ പകയുടെ അഗ്നിജ്വാലകളുമായിട്ട് അവൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പ്രകാശൻ്റെ ആദ്യ ഭാര്യ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാൾ നമ്മുടെ പ്രകാശൻ്റെ ആദ്യ ഭാര്യ എവിടെയായിരുന്നു? എന്തുകൊണ്ടാണ് ഇത്രയും നാളിനാം വെച്ച് അവർ വരാതിരുന്നത്? ദീപ എന്ന് പറയുന്ന മറ്റൊരു ഭാര്യ പ്രകാശനുണ്ടായിട്ടും അവരെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇവരൊന്നും തിരക്കാതിരുന്നത്? എന്തിനാണ് ഈ അവസാന നിമിഷത്തിൽ അവർ വന്നിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടായിരിക്കും. പറയാൻ എനിക്കും ഒരുപാട് ആകാംക്ഷയുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുമാത്രമല്ല ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലക്ഷ്മി കരയാണ്. നമ്മുടെ ലക്ഷ്മി കരയാനായിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ പ്രകാശൻ്റെ അമ്മ മൂങ്ങ വന്നിട്ട് പറയുകയാണ്, മോളെ ലക്ഷ്മി, എന്തായാലും ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല. ഈ നാട്ടിലെ ഒരു രീതി വച്ചിട്ട് പറയുകയാണെങ്കിൽ ആൺകുഞ്ഞിനെ ജന്മം നൽകാത്ത പെൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീകളെ ഈ നാട്ടുകാർക്കാർക്കും ഇഷ്ടമല്ല. ആ ഒരു ഫാമിലിയോടും പിന്നെ പുച്ഛത്തോടു കൂടി മാത്രമേ മറ്റുള്ളവർ പെരുമാറുള്ളൂ. അപ്പോൾ നിനക്ക് ഭാഗ്യം കെട്ട ഒരു പെണ്ണാണ് നീ എന്ന് പറയും. നിൻ്റെ മനസ്സിൽ അഴുക്കാണെന്ന് മറ്റുള്ളവർ പറയും. അതുകൊണ്ടാണ് നിനക്ക് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകാൻ പറ്റാത്തതെന്ന് ഇവിടെ എല്ലാവരും പറയും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ടാന്നങ്ങ് വെക്കാം എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോൾ ലക്ഷ്മിക്ക് ദേഷ്യം വരാണ്. ലക്ഷ്മി പറയാണ്, പറ്റില്ല, ഞാൻ ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ കളയാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. ഇനി നിങ്ങൾ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ തന്നെ പ്രസവിക്കും, ഞാൻ തന്നെ വളർത്തും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ പ്രകാശന് ദേഷ്യം വരികയാണ്. പ്രകാശൻ എടി എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ മൂങ്ങ കയറി തടയാണ്. മൂങ്ങ പറയാണ്, മോനെ പ്രകാശ, വേണ്ട, നീ അവിവേകമൊന്നും കാണിക്കല്ലേ. നിനക്ക് ദേഷ്യം വന്നാൽ പിന്നെ നിനക്ക് കണ്ണൊന്നും കണ്ടുകൂടാ. നീ വെറുതെ ഈ സമയത്ത് അവളെ ഒന്നും ചെയ്യാനായിട്ട് ചെല്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രകാശിനെ പിടിച്ചു മാറ്റുകയാണ്. അതിനുശേഷം മൂങ്ങ പറയാണ്, എടാ നീ അവളുടെ അവസ്ഥയെന്ന് മനസ്സിലാക്കുക. അവളുടെ സ്ഥാനത്ത് ഏതൊരു പെണ്ണാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയുള്ളൂ. കാരണം വളക്കാപ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇത്രയും നാളും ആയില്ലേ അവൾ പ്രസവിക്കാറുമായി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞാൽ ഒരമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ എടി എന്ന് പറഞ്ഞ് പറയാതെ നമുക്ക് സാവകാശത്തിൽ ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ ലക്ഷ്മി പറയാണ്, ആരും ഒന്നും പറയണ്ട, ഇനി നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഉപേക്ഷിക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ കുഞ്ഞിനൊപ്പം എന്നെ കൂടി അങ്ങ് കൊന്നു കളഞ്ഞേരെ എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് പ്രകാശൻ പറയാണ്, നീ അപ്പോൾ പ്രകാശിന് ദേഷ്യമാവാണ് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക്. പ്രകാശനാണെങ്കിൽ ഇങ്ങനെ ചെറഞ്ഞുകൊണ്ടൊക്കെ ചെല്ലുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മൂങ്ങ പറയണ, എടാ പ്രകാശ, ഇനി നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല, നീ അങ്ങ് പോ മോനെ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ലക്ഷ്മി പറയാണ്, ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കുക തന്നെ ചെയ്യും. അതിനി ആരെതിർത്താലും ഈ കുടുംബത്തിലേക്കും ഈ നാട്ടിലേക്കും വിവാഹം കഴിച്ച് വരുന്ന എല്ലാ പെണ്ണുങ്ങളുടെയും നെഞ്ചിൽ തീയായിരിക്കും. ഞാൻ ഗർഭിണിയായപ്പോൾ തൊട്ടേ എൻ്റെ നെഞ്ചിനകത്ത് തീ കിടന്ന് കത്തുകയാണ്. ഇവിടെ എന്താവുമെന്ന് അറിയാൻ വയ്യാത്ത വിഷമത്തിലായിരുന്നു ഞാൻ ഇത്രയും നാൾ. ഒരു പെൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ അതിനെ ഏത് രീതിയിലാവും എന്നുള്ള ആ ഒരു ആദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ പറയുന്നത് അനുസരിക്കണം എന്നാണല്ലോ ഇവിടുത്തെ ചട്ടം. അനുസരിച്ചില്ലെങ്കിൽ മുളയിലെ നിങ്ങൾ നുള്ളിക്കളയും എന്നിങ്ങനെ പറയുകയാണ്. ലക്ഷ്മി പറയുകയാണ്. ലക്ഷ്മി ഭയങ്കര സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഈ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മൃഗങ്ങളായിട്ട് ജനിക്കുന്നതാണ്. കാരണം മൃഗങ്ങൾക്കാവുമ്പോൾ അത് പ്രസവിച്ചു കഴിഞ്ഞാൽ ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും വേറെ വിഷയമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി ഇങ്ങനെ കരയുകയാണ്. പ്രകാശനാണെങ്കിൽ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശി പറയുകയാണ്, എടാ പ്രകാശ, ഇനി നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല, നീ ഇങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് പ്രകാശനെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. എന്നിട്ടും പ്രകാശൻ്റെ കലിപ്പൊന്നും തീരുന്നില്ല. പ്രകാശൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ മഞ്ഞ കാറിങ്ങനെ നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ കാർത്തിക നമ്മുടെ പ്രകാശനെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശൻ ഇങ്ങനെ അതൊന്നും അറിയുന്നില്ല, ഇങ്ങനെ വണ്ടി വിട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വണ്ടിയിലിരുന്നിട്ട് ബാക്കി കാര്യങ്ങളും കൂടി നമ്മുടെ കാർത്തിക ഓർക്കുകയാണ്. ബാക്കി കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്മിയാണ്. ലക്ഷ്മി ഇങ്ങനെ ഡെലിവറി സമയം ആയിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ വേദന കൊണ്ട് പൊളയുകയാണ്, കിടന്ന് ഒച്ചത്തിൽ കരയുകയാണ്. ആ സമയത്തിന് നമ്മുടെ പ്രകാശനും അമ്മയും കൂടി മുറ്റത്തിങ്ങനെ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ പ്രകാശൻ പറയുകയാണ്, അമ്മേ, ഇത് ആൺകുഞ്ഞായിരിക്കില്ലേ അമ്മേ? എന്തായാലും അമ്മ എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല, ഇത് ആൺകുഞ്ഞ് തന്നെയായിരിക്കും അമ്മേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ മൂങ്ങ പറയണേ, എൻ്റെ പ്രകാശ, നീ ടെൻഷൻ അടിക്കാതിരിക്കും മോനെ, എന്തായാലും ഇത് ആൺകുഞ്ഞായിരിക്കത്തേ ഉള്ളൂ. എന്തായാലും വയറ്റാട്ടിമാർക്കൊക്കെ അബദ്ധമൊക്കെ പറ്റിയെന്നൊക്കെ ഇരിക്കും. ഇതും അവരങ്ങനെ പറഞ്ഞെങ്കിലും അത് അവർക്ക്
നിനക്ക് അബദ്ധം പറ്റിയതായിരിക്കും. എനിക്ക് ഉറപ്പുണ്ട് മോനെ, ഇത് ആൺകുഞ്ഞ് തന്നെയാണ്. നീ സമാധാനപ്പെടടാ പ്രകാശ. അമ്മേ, ഇനി അഥവാ ആൺകുഞ്ഞല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അമ്മേ? നമ്മൾ എങ്ങനെ ഈ നാട്ടിലിറങ്ങി നടക്കും? നാട്ടുകാരൊക്കെ ഞങ്ങളെ പുച്ഛത്തോടു കൂടി കാണില്ലേ അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ മൂങ്ങ പറയാണ്, മോനെ നീ സമാധാനമായിട്ടിരിക്കും, നീ പ്രാർത്ഥിക്കും മോനെ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അമ്മയും മോനും കൂടി അങ്ങനെ ടെൻഷൻ അടിച്ച് പണ്ടാറം പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ ലക്ഷ്മി കിടന്ന് കരയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വൈറ്റാട്ടി പറയുകയാണ്, മോളെ നീ കരയാതിരിക്കും മോളെ, നീ എൻ്റെ കയ്യിൽ പിടിച്ചോ മോളെ, നീ കരയില്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് വൈറ്റാട്ടി പറയണ, മോളെ നിനക്ക് പെൺകുഞ്ഞായതുകൊണ്ടല്ലേ നാട്ടുകാരും ഇങ്ങോട്ട് കയറാത്തത്? അല്ലെങ്കിൽ നിനക്ക് ചുറ്റും നിന്ന് എല്ലാവരും നിന്നെ ആശ്വസിപ്പിക്കില്ലായിരുന്നോ? നിനക്ക് സമാധാന വാക്കുകൾ പറഞ്ഞു തരില്ലായിരുന്നോ? നീ ഒരു ഗതികെട്ട പെണ്ണായതുകൊണ്ടല്ലേ, നീ ഒരു ഭാഗ്യജാതകക്കാരി അല്ലാത്തത് കൊണ്ടല്ലേ നിനക്ക് ഈ ഗതികേട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. ലക്ഷ്മിയാണെങ്കിൽ കരച്ചിലോട് കരച്ചിൽ. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുകയാണ് നമ്മുടെ ലക്ഷ്മി. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ വൈറ്റാട്ടി പറയണം, ആഹാ കണ്ടില്ലേ ലക്ഷ്മി, ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ, ദേ കണ്ടില്ലേ പെൺകുഞ്ഞാ എന്നിങ്ങനെ പറയുകയാണ്. ലക്ഷ്മിക്ക് സന്തോഷമായി. കുട്ടിയാണെങ്കിലും പെണ്ണാണെങ്കിലും അമ്മമാർക്ക് സന്തോഷമാവുമല്ലോ. ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ പ്രകാശനും അമ്മയ്ക്കും ആകെ ടെൻഷനാവുകയാണ്. അവരകത്തോട്ട് കയറാനായിട്ട് തുടങ്ങുന്ന സമയത്തിന് നമ്മുടെ വൈറ്റാട്ടി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. എന്നിട്ട് വൈറ്റാട്ടി പറയുകയാണ്, പ്രസവമൊക്കെ കഴിഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാൻ പറയുന്നത് പാഴ്വാക്കായി പോകുമെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ദേ ഞാൻ എപ്പോഴും പറയുന്നത് ഒരിക്കലും കറക്റ്റ് അല്ലാതെ വന്നിട്ടില്ല, ഇപ്പോഴും അതുപോലെ തന്നെയാണ്, പെൺകുഞ്ഞാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പ്രകാശൻ്റെയൊക്കെ കിളി പോയി, മൂങ്ങേരെയും കിളി പോയി. അപ്പോൾ എന്നിട്ട് വൈറ്റാട്ടി പറയണ, മൂങ്ങയെ നോക്കിയിട്ട് പറയണ, കുഞ്ഞിനെ കൊണ്ടുവന്ന് ഞാൻ കയ്യിൽ വെച്ച് തരട്ടെ എന്നിങ്ങനെ ചോദിക്കണം. അപ്പം മൂങ്ങ പറയണം, അയ്യോ വേണ്ട വേണ്ട എന്നിങ്ങനെ പറയണം. മൂങ്ങ പറയാണ്, വേണ്ട വേണ്ട എന്ന് പറയണം. അതിനുശേഷം നമ്മുടെ വൈറ്റാട്ടി അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് പ്രകാശനും അമ്മയും കൂടി പദ്ധതി ഇടേണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്ന അമ്മേ, ഈ കുഞ്ഞിനെ നമ്മൾ ഇനി എന്ത് ചെയ്യും, എന്തായാലും ഇവിടെ വളർത്തണ്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ അങ്ങനെ അമ്മയും മോനും കൂടി ചേർന്ന് ഒരു പദ്ധതി ഇടുകയാണ്. എന്ന് വെച്ചാൽ ലക്ഷ്മി ഉറങ്ങുന്ന സമയത്ത് കുഞ്ഞിനെ അവിടെ നിന്ന് കടത്തിക്കളയാം എന്നാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ രാത്രിയായിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്മി നല്ല ഉറക്കം, കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് വെച്ച് നമ്മുടെ ലക്ഷ്മി കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്തിന് പമ്മി 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 പൂച്ച വരുന്നത് കണക്ക് നമ്മുടെ പ്രകാശം വരികയാണ്. വന്നിട്ട് ലക്ഷ്മിയുടെ അടുത്ത് ചൂട് പറ്റി കിടക്കുന്ന കുഞ്ഞു വാവയെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് മെല്ലെ കൊണ്ടുപോവുകയാണ്, വാതിലൊക്കെ അടച്ചിട്ട്. കൂടെ നമ്മുടെ മൂങ്ങയുണ്ട്, കുഞ്ഞിനെ നമ്മുടെ പ്രകാശം മൂങ്ങയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മൂങ്ങയും പ്രകാശനും കുഞ്ഞിനെയും കൊണ്ട് വളരെ ദൂരം പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഓടയിലൊക്കെ വയ്ക്കുന്ന ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പ് കാണുകയാണ്. അങ്ങനെ അത് ഒരു കോൺക്രീറ്റ് പൈപ്പ്, അതിനുള്ളിലേക്ക് കുഞ്ഞിനെ അങ്ങ് വെക്കുകയാണ്. കുഞ്ഞിനെ വെക്കുന്ന സമയത്ത് കുഞ്ഞ് ഭയങ്കരമായിട്ട് ഉറച്ച് കിടന്ന് കരയുകയാണ്. കരയുന്ന കേൾക്കുമ്പോൾ പ്രകാശം പറയണം, അയ്യോ അമ്മേ കുഞ്ഞ് കിടന്ന് കരയുന്നു, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആളുകളൊക്കെ ഓടിക്കൂടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം മൂങ്ങ പറയണേ, ഇല്ലട പ്രകാശ, ആരും വരില്ല, ഇത് കുറച്ച് ഉള്ളിലോട്ടല്ലേ, ഇങ്ങോട്ടിപ്പോൾ തൽക്കാലം ഇപ്പോഴൊന്നും ആരും വരില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പ്രകാശം പറയണം, അമ്മേ ഇനിയിപ്പോൾ കുഞ്ഞിനെ അവളുടെ അടുത്ത് കാണാതിരിക്കുമ്പോൾ പ്രശ്നമാവില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയാണ്, ഒരു പ്രശ്നം ആവില്ലടാ പ്രകാശ, അതൊക്കെ എല്ലാം നേരം വെളുക്കുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാവും, നമുക്ക് ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പോകണം എന്നിങ്ങനെ അമ്മയും മോനും കൂടി ചേർന്ന് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ പ്രകാശം ചോദിക്കുകയാണ്, അമ്മേ നമുക്ക് പോവാം, പ്രശ്നമില്ല, പക്ഷേ ഈ കുഞ്ഞ് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അറിയുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മൂങ്ങ പറയാണ്, പ്രകാശ രാവിലെ റോഡ് തൂപ്പുകാരൊക്കെ വേസ്റ്റ് ഇടുന്ന ആളുകളും ഒക്കെ ഈ ഭാഗത്ത് വരും, അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ട് അവർ കാണും, അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ അറിയും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും വേണമെന്നുള്ളവർ എടുത്തുകൊണ്ട് പോകുമെന്ന് പറയണം. അപ്പോൾ പ്രകാശം ചോദിക്കുകയാണ്, അമ്മേ പക്ഷെ വല്ല പട്ടികളും വന്ന് ഇതിനെ കടിച്ചു കൊന്നാലോ? ഏടാ പ്രകാശ, അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മേ, മഴ പെയ്താൽ കുഞ്ഞ് നനയില്ലേ? ഇല്ലടാ പ്രകാശ, മഴ പെയ്താൽ എങ്ങനെ നനയാനാണ്, ആ പൈപ്പിനുള്ളിലല്ലേ കുഞ്ഞ് കിടക്കുന്നത്, പിന്നെ അതിനുള്ളിലായതുകൊണ്ട് പട്ടികളാരും ഓടിക്കയറി വന്ന് എടുക്കത്തുമില്ല, നീ ധൈര്യമായിട്ടിരിക്കും പ്രകാശ എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ പ്രകാശം പറയാണ്, ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലമ്മേ, അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ലക്ഷ്മി കുഞ്ഞിനെ തിരക്കും, പിന്നെ ആകെ പുലിവാലാവും, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു കാര്യം ചെയ്യാമേ, നമുക്ക് ഇപ്പോൾ ഈ നിമിഷം ഈ രാത്രി തന്നെ നമുക്ക് വണ്ടി കയറി നമ്മുടെ നാട്ടിലേക്ക് പോവാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അമ്മയും മകനും കൂടി രാത്രിയിൽ ആ
കിരാമാനം വണ്ടി കയറി പോവുകയാണ്, അവരുടെ നാട്ടിൻപുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ കാർത്തിക വണ്ടിയിലിരുന്ന് ഇങ്ങനെ ഉറങ്ങി ഇതെല്ലാം സ്വപ്നം കാണുകയാണല്ല, കണ്ണടച്ചിരുന്ന് ഇതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. അപ്പോഴത്തേക്ക് വണ്ടി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക് പിടിച്ച് ഇങ്ങനെ മുന്നോട്ടങ്ങ് ആവുകയാണ്. അപ്പോൾ കാർത്തിക പെട്ടെന്ന് കണ്ണിങ്ങനെ വെട്ടി തുറക്കുകയാണ്. അപ്പോൾ കാർത്തിക ചോദിക്കുകയാണ്, എന്താ 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 പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പ്രകാശൻ പറയണം, മാഡം മുന്നിലൊരു കുഴി കിടക്കുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതാണ്, അല്ലെങ്കിൽ വണ്ടി ഗട്ടറിൽ വീണാനെ എന്നിങ്ങനെ പറയുകയാണ്. മാഡം ഉറങ്ങിയിരുന്നു അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കാർത്തിക പറയാണ്, അതേ പ്രകാശ, തൻ്റെ വണ്ടി ഓടിപ്പോൾ കൊള്ളാം കേട്ടോ, അതുകൊണ്ട് ഞാൻ അറിയാതെ മയങ്ങിപ്പോയി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പ്രകാശം പറയണം, അത് എല്ലാവരും പറയാറുണ്ട്, ഞാൻ ഓടിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും അത് പ്രത്യേകം പറയാറുണ്ട് കേട്ടോ എന്നിങ്ങനെ പ്രകാശം പറയുകയാണ്. അങ്ങനെ കാർത്തിക ഇങ്ങനെ ചെറിഞ്ഞൊക്കെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്, നിന്നെ ശരിയാക്കി തരാടോ എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ വണ്ടി വീണ്ടും പോവുകയാണ്, കുറേ ദൂരം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്തിന് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നു, കൂടെ കാർത്തിക ഇങ്ങനെ പ്രകാശനെ നോക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാർത്തിക പറയുകയാണ്, ഇവിടെ കുറച്ച് ദൂരം മാറിയിട്ട് അവിടെ ഒരു ബീച്ചുണ്ട്, അവിടെ പോകണമെന്ന് പറയുകയാണ് പ്രകാശൻ്റെ കൂടെ. അങ്ങനെ പ്രകാശം ബീച്ചിലോട്ട് വിടുകയാണ് വണ്ടി. അങ്ങനെ ബീച്ചിൻ്റെ അടുത്ത് വരുമ്പോൾ, കടൽ തീരത്തിൻ്റെ ഭാഗത്ത് വരുമ്പോൾ വണ്ടി ഒതുക്കുകയാണ് നമ്മുടെ പ്രകാശൻ. എന്നിട്ട് പ്രകാശൻ പറയുകയാണ്, സ്ഥലം എത്തി മാഡം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പ്രകാശൻ ഡോറ് തുറന്നു കൊടുക്കുന്നു, നമ്മുടെ കാർത്തിക പുറത്തിറങ്ങുകയാണ്. അപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം കാർത്തിക പറയാണ്, എനിക്ക് കടൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്, ഒരുപാട് സമയം ഞാനിങ്ങനെ ഇവിടെ ചിലവഴിക്കാറുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പ്രകാശൻ പറയണേ, എനിക്ക് ചെറുപ്പത്തിൽ വലിയ ഇഷ്ടമായിരുന്നു കടൽ കാണാനായിട്ട്, ഒരുപാട് ഞാനിങ്ങനെ നോക്കി നിന്നിട്ടുമുണ്ട് കടലിനെ. പക്ഷേ ഇപ്പോൾ എനിക്ക് അത്രയും കമ്പമൊന്നുമില്ല, കാരണം ഞാൻ താമസിച്ചിരുന്ന എൻ്റെ നാട്ടിൻപുറം എന്ന് പറഞ്ഞാൽ ശരിക്കും കായലിൻ്റെയും കടലിൻ്റെയൊക്കെ അടുത്തുള്ള ഭാഗത്തായിരുന്നു. അതുകൊണ്ട് പിന്നെ കടലിൻ്റെ കൂടെ വലിയ കമ്പമൊന്നുമില്ല, പിന്നെ കണ്ടു നിൽക്കാൻ ഇഷ്ടമാണ്, അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് കാർത്തിക പറയുകയാണ്, പ്രകാശൻ ആഴക്കടലിൽ പോയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പ്രകാശൻ പറയുകയാണ്, ഏയ് ഇല്ല, ഞാൻ ആഴക്കടലിലൊന്നും പോയിട്ടില്ല. ആ എന്നിങ്ങനെ ആക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കാർത്തിക മനസ്സിൽ വിചാരിക്കണം, എടോ തന്നെ ഞാൻ ഒരു ദിവസം ആഴക്കടലിൽ കൊണ്ടുപോവോടോ, വെറുതെ അല്ല, തന്നെ ഞാൻ കെട്ടി താഴ്ത്തും അവിടെ എന്നിങ്ങനെ നമ്മുടെ കാർത്തിക മനസ്സിൽ പറയുകയാണ്. അപ്പോൾ പ്രകാശം മുഖത്ത് നോക്കിയിട്ട് വയ്ക്കണം, എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമല്ല. എന്നാൽ ഒരു കാര്യം ചെയ്യും, താൻ ഇവിടെ നിൽക്കുക, ഞാൻ ദേ അങ്ങോട്ടൊക്കെ പോയി കുറച്ച് നേരം കടലൊക്കെ കണ്ടിട്ട് വരാം എന്ന് പറയണേ. അപ്പോൾ പ്രകാശം പറയണ, മാഡം ഞാൻ ഈ ഭാഗത്ത് നേരത്തെ വന്നിട്ടുള്ളതാ, ആ ഭാഗത്ത് കടൽ കാണാൻ പോകുമ്പോഴുണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ഭാഗത്തായിട്ട് ഇടത് ഭാഗം മാറിയിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു കൽമണ്ഡപമുണ്ട്, അവിടെയാണെങ്കിൽ നല്ല രസമാണ് കാണാൻ. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും, നല്ല കാറ്റൊക്കെ കിട്ടും, നല്ല രസമാണ്, അവിടെ പോയി നിൽക്കാൻ പറയണം. അപ്പോൾ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക പോവുകയാണ്. അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. പുള്ളിക്കാരൻ കുറേ നേരം ഇങ്ങനെ വണ്ടിയിലിരുന്ന് ആകെ ആകെ ഒരു കൈയും കാലൊക്കെ പെനകെട്ടി ഇരിക്കുകയില്ല, അങ്ങനെ കൈയും കാലൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്തിന് നമ്മുടെ കാർത്തിക ഇങ്ങനെ പോവുകയാണ്. കൽമണ്ഡപത്തിൽ കയറി നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു സ്ത്രീ നിൽക്കുകയാണ്, നല്ല ഹൈറ്റൊക്കെ ഉള്ള ഒരു സ്ത്രീ നിൽക്കുകയാണ്, നല്ല കോട്ടൺ സാരിയൊക്കെ ഞൊറിഞ്ഞെടുത്തൊരു സ്ത്രീ. നോക്കുമ്പോൾ തിരിയുന്നു, അത് മറ്റാരുമല്ല, നമ്മുടെ പ്രകാശൻ്റെ ആദ്യ ഭാര്യ ലക്ഷ്മിയാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കാർത്തിക. അങ്ങനെ അപ്പോൾ കാർത്തികയെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിക്ക് സന്തോഷമാവുകയാണ്. മോളെ നീ എന്താ മോളെ, നീ നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരം താമസിച്ചത്? അമ്മേ അയാളുണ്ടൊപ്പം എന്നിങ്ങനെ പറയുകയാണ്. പ്രകാശൻ, അയാളെ കൂട്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്, എൻ്റെ പണി ഞാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മയെ, ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറയാണ്, ദുഷ്ടനെ വെറുതെ വിടരുത് മോളെ, അയാൾക്ക് പെണ്ണുങ്ങളെ കണ്ടുകൂടാ, സ്ത്രീ ജന്മത്തിന് വെറുപ്പോടുകൂടി കാണുന്ന അവനെ വെറുതെ വിടരുത് എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ലക്ഷ്മി പറയാണ്, അവനുണ്ടല്ലോ എന്നെ വഞ്ചിച്ചിട്ട് മോളെ എടുത്ത് മാറ്റി ഒരു ദൂരസ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിച്ചിട്ട് ആ കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് പോലും തിരക്കാതെ അവൻ അവിടെ നിന്നും മുങ്ങിക്കളഞ്ഞു. പിന്നീട് എൻ്റെ ആങ്ങളമാരെ അറിഞ്ഞപ്പോൾ പറഞ്ഞതാ ഇവൻ്റെ നാട്ടിൽ ചെന്ന് ഇവനെ കൊത്തി അരിയാന്ന്. പക്ഷേ ഞാനാ എൻ്റെ ആങ്ങളമാർക്കത് സമ്മതിക്കാതിരുന്നത്. എൻ്റെ കുഞ്ഞിനെ എനിക്ക് എന്തായാലും തിരിച്ചു കിട്ടിയല്ലോ, പിന്നെ അയാൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ആങ്ങളമാരെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഇന്ന് ഈ പ്രകാശനൊന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അത് മാത്രമോ, പിന്നീട് എൻ്റെ ആങ്ങളമാർ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്
അറിഞ്ഞത് അവനൊരു വിവാഹം കഴിച്ചു, അതിലവന് മക്കളൊക്കെ ആയിട്ട് അവൻ ജീവിക്കുന്നു എന്നാണ് അറിഞ്ഞത്. എന്നിട്ടും അതിലും അവന് ജനിച്ച പെൺകുട്ടികളെ അവന് അത്ര വലിയ താല്പര്യമില്ലെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ലക്ഷ്മി. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ കാർത്തിക പറയാണ്, അതേ അമ്മേ, അതെ, ഞാൻ എൻ്റെ അനിയത്തിമാരെ ഞാൻ കണ്ടുമുട്ടിയമ്മേ. അതിൽ ഒരാൾ കാദംബരി, പക്ഷേ കാദംബരിയേക്കാളും എന്തുകൊണ്ടും ഉയരത്തിൽ ജീവിക്കുന്നത് കല്യാണിയാണ്. ഈ പറയുന്ന കല്യാണിയെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അതായത് കല്യാണിയുടെ അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കല്യാണിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് പച്ചില മരുന്നുകളും അതൊക്കെ അവരെ കൊണ്ട് കുടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഇതിൽ കല്യാണി ജനിക്കുമ്പോഴത്തേക്ക് കല്യാണിക്ക് സംസാരശേഷി പോലും ഇല്ലായിരുന്നു. പിന്നീടാണ് കല്യാണിക്ക് സംസാരശേഷിയൊക്കെ കിട്ടിയത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ കല്യാണിയെക്കുറിച്ചിട്ടുള്ള വിവരണം നടത്തുകയാണ് നമ്മുടെ കാർത്തിക. ഇതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ലക്ഷ്മി. എന്നിട്ട് ലക്ഷ്മിയോട് നമ്മുടെ കാർത്തിക പറയുകയാണ്, അമ്മേ, ഈ പ്രകാശൻ്റെ രണ്ടാമത്തെ ഭാര്യ ഉണ്ടല്ലോ, ശരിക്കും അവർ അമ്മയെപ്പോലെ തന്നെയാണ്, നല്ല സ്വഭാവമുള്ള സ്ത്രീയാണമ്മേ, നല്ല സ്ത്രീയാണ് അവർ എന്നിങ്ങനെ പറയാണ്. പക്ഷേ ഈ പ്രകാശൻ്റെ ദുഷ്ടതരങ്ങൾക്കൊന്നും കൂട്ടു നിൽക്കാതെ ഇപ്പോൾ അവർ കല്യാണിയുടെ കൂടെയാണ് ജീവിക്കുന്നത് എന്നിങ്ങനെ പറയാണ്. കല്യാണിയുടെ സൽസ്വഭാവം കൊണ്ട് കല്യാണിക്ക് ഇപ്പോൾ ശബ്ദവും കിട്ടി, നല്ലൊരു ഭർത്താവിനെയും കിട്ടി. ആ നാട്ടിലെ കോടീശ്വരിയാണ് കല്യാണിയുടെ കീഴിലാണ് കല്യാണിയുടെ ചേച്ചി കാദംബരി ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് പറയണ, അമ്മയ്ക്ക് കാണണോ, ആ ദുഷ്ടൻ അവിടെ നിൽപ്പുണ്ട്, മാറി നിന്ന് കാണണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയണേ, എനിക്ക് അയാളെ കാണണ്ട, എനിക്ക് അവനെ കാണണ്ട മോളെ, എനിക്ക് അവനെ കാണണ്ട, എനിക്ക് വെറുപ്പാണ് അവനോട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ കാർത്തിക പറയുകയാണ്, അമ്മേ, ഇവൻ അയാളുണ്ടല്ലോ, അയാൾ അവിടെ നിന്ന് പോയിട്ട് അയാൾ വേറെ വിവാഹം കഴിച്ചപ്പോൾ അയാൾക്ക് കിട്ടിയത് ആദ്യത്തെ 2 പെൺകുട്ടികൾ തന്നെ അയാൾക്ക് ജനിച്ചത്. അതിനുശേഷം 3ാമത്തെ കുട്ടിയാണ് ഒരു മകനായിട്ട് അയാൾക്ക് ജനിച്ചത്. പെൺകുട്ടികളെല്ലാം നല്ല രീതിയിൽ ജീവിക്കുന്നു, എന്നാൽ മകനാണെങ്കിലുണ്ടല്ലോ അവനെ പോലെ ഫ്രോഡ് ലോകത്തില്ല. പിടിച്ചുപറിയും കള്ളത്തരവും ഒക്കെ ആയിട്ട് അവൻ ജീവിതം നശിപ്പിച്ചു. ഇപ്പം ജയിലിലാണ് അവൻ കിടക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ഇയാളും അമ്മയും ഉണ്ടല്ലോ, വീട്ടുവേല ചെയ്തും മറ്റുള്ളവരുടെ മുന്നിൽ കടം മേടിച്ചുമൊക്കെയാണ് ജീവിക്കുന്നത്. അത്രയ്ക്ക് അധപ്പതിച്ചു ഇവർക്ക് ദൈവം അറിഞ്ഞു കൊടുത്തമ്മേ. പക്ഷേ ദൈവം കൊടുത്ത ശിക്ഷയല്ല, ശരിക്കും ഇനി ഇയാൾ അനുഭവിക്കാൻ പോണത് എന്നിൽ നിന്ന് ഞാൻ കൊടുക്കുന്ന ശിക്ഷയിലാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിയുടെ ചോര തിളയ്ക്കുകയാണ്. ലക്ഷ്മി പറയണേ, വേണം മോളെ, അത് വേണം, ഇവനെ വെറുതെ വിടാൻ പാടില്ല എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ലക്ഷ്മി പറയുകയാണ്, അതിന് മോളൊരു കാര്യം ചെയ്യണം, ഈ പറയുന്ന വിക്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, ഈ പറയുന്ന പ്രകാശൻ്റെ മകനെ നീ ജയിലിൽ നിന്ന് ഇറക്കണം മോളെ എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞു തരാം എന്ത് വേണമെന്ന്, വിക്രത്തെ വെച്ച് നമുക്ക് കരുക്കൾ നീക്കാം എന്നിങ്ങനെ പറയുകയാണ്. അച്ഛനെയും മോനെയും തമ്മിൽ തെളിക്കാനാണോ എന്തോ എന്താണെന്നറിയില്ല. അങ്ങനെ നമ്മുടെ അച്ഛനെയും മകനെയും തമ്മിൽ തെറ്റിക്കാനാണെന്നറിയില്ല, വിക്രത്തെ വെച്ചിട്ട് കരുക്കൾ നീക്കാം എന്നാണ് നമ്മുടെ ലക്ഷ്മി നമ്മുടെ കാർത്തികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കാർത്തിക പറയുന്നു, അമ്മ എന്താണെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞു തന്നാൽ മതി, അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പൊയ്ക്കോളാം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ കാർത്തിക പറയുകയാണ്. അങ്ങനെ ലക്ഷ്മി നമ്മുടെ കാർത്തികയോട് പറയുകയാണ്, മോളെ, ഇനി ഇവനെ ഇടം വലം തിരിയാൻ സമ്മതിക്കരുത്. ഇവന് പെണ്ണിൻ്റെ അതായത് പെണ്ണിൻ്റെ ഉള്ളിലെ പക എന്താണെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കണം. ഇവിടെ കിടന്നടിക്കുന്ന ഈ തിരമാലകളില്ലേ, ഇതിനേക്കാളും വലിയൊരു ഇതിനേക്കാളും വലിയൊരു തിര എൻ്റെ നെഞ്ചിനുള്ളിലുണ്ട്. ആ തിര എന്താണെന്ന് ഞാൻ അവന് മനസ്സിലാക്കി കൊടുക്കും, അതിൽ അവനെ ഞാൻ മുക്കിക്കൊല്ലും എന്നൊക്കെ ഇങ്ങനെ കുറേ വലിയ വലിയ ഡയലോഗുകളൊക്കെ പറയുകയാണ് നമ്മുടെ ലക്ഷ്മി. അത് അത്ര എൻ്റെ വായിൽ വരുന്നില്ല. അങ്ങനെ വലിയ വലിയ ഡയലോഗുകളൊക്കെ നമ്മുടെ ലക്ഷ്മി അടിച്ചിറക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാർത്തിക പറയാണ്, അമ്മേ, ഞാൻ പോട്ടെ അമ്മേ. മോള് പൊയ്ക്കോ, ഞാൻ ഈ റിസോർട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ ബോറടിക്കുന്ന സമയത്തൊക്കെ ഇവിടെ വന്ന് നിന്ന് ഈ തിരമാലകളെ നോക്കി സമയം ചെലവിടും. മോള് വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്മിയോട് പറയാണ് നമ്മുടെ കാർത്തിക പറയാണ്, അമ്മയ്ക്ക് എന്നെ എപ്പോൾ കാണണമെന്ന് പറഞ്ഞാലും മതി, അപ്പം ഞാൻ ഇവിടെ അങ്ങ് ഓടി എത്തിക്കോളാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയാണ്, അതേ മോളെ, നിന്നെ എനിക്ക് വല്ലപ്പോഴുമൊക്കെ കാണണം, നീ അല്ലാതെ ആരാ എനിക്കുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ലക്ഷ്മിയോട് കാർത്തിക പറയാണ്, അമ്മേ, അവൻ സന്തോഷിച്ചിരിക്കുകയാണ്, അയാൾക്ക് ജോലിയൊക്കെ കിട്ടിയില്ലേ, നല്ലൊരു ശമ്പളവും ഞാൻ കൊടുക്കുമെന്നുള്ള കാര്യം അയാൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അയാൾ സന്തോഷിച്ചിരിക്കുകയാണ്. ഇരിക്കട്ടെ അമ്മേ, സന്തോഷിച്ചിരിക്കട്ടെ, ഇങ്ങനെ
ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് അവസാനം അവൻ കിടന്ന് നിലവിളിക്കേണ്ട ഒരു അവസ്ഥ എത്തിക്കും. അതിലായിരിക്കും അയാളുടെ അധപ്പതനത്തിൻ്റെ പൂർണ്ണത വരുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ലക്ഷ്മിയോട് നമ്മുടെ കാർത്തിക യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ കാർത്തിക ഇങ്ങനെ പോകുന്നത് നോക്കിയിട്ട് ലക്ഷ്മി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ടും ലക്ഷ്മിയുടെ ഹൃദയത്തിനുള്ളിലെ കനലടങ്ങുന്നില്ല. പ്രകാശനെ ഓർത്തിട്ട് ആ കണ്ണുകളിലെ തീജ്വാലകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം നമ്മുടെ പ്രകാശനാണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ തിരമാലയിലൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി അവിടെ നമ്മുടെ ലക്ഷ്മിയല്ല, നമ്മുടെ കാർത്തിക അവിടെ എത്തുകയാണ്. കാർത്തിക പറയുകയാണ്, ഇനി നമുക്ക് പോവാം എന്നിങ്ങനെ പറയാണ്. ആഹാ, എല്ലാം നോക്കിക്കണ്ട് മതിയായോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കാർത്തിക മനസ്സിൽ പറയണം, എടാ നീ സമാധാനപ്പെടടാ, ഞാൻ ശരിയാക്കി തരാമെന്ന് മനസ്സിൽ പറയുന്നുണ്ട്. എന്നാലും കാർത്തിക പറയണേ, തൽക്കാലം മതി, നമുക്കിനി നമ്മുടെ കമ്പനിയിൽ പോവാമെന്ന് പറയണം, വർക്ക് നടക്കുന്ന കമ്പനിയിൽ പോവാമെന്ന് പറയണം. അപ്പോൾ പ്രകാശൻ പറയണം, ശരി എന്നിങ്ങനെ പറയുമ്പോൾ ലക്ഷ്മി പറയണേ, ഒരു കാര്യം ചെയ്യേ, നമുക്കവിടെ കമ്പനിയിൽ പോയതിന് ശേഷം തനിക്ക് തരാനുള്ള സാലറിയൊക്കെ പറ്റി നമുക്ക് അവിടെ ചെന്നതിന് ശേഷം സംസാരിക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പ്രകാശന് ഭയങ്കര സന്തോഷമാവുകയാണ് സാലറി എന്ന് കേട്ടപ്പോൾ. എന്നിട്ട് ലക്ഷ്മി വണ്ടിയിൽ കയറുകയാണ്, പ്രകാശനും കയറിയതിന് ശേഷം പ്രകാശൻ ഇങ്ങനെ സ്റ്റിയറിങ്ങിൽ തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അമ്മേ ഭഗവതി ആപത്തൊന്നും വരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം പ്രകാശൻ കാർത്തികയെ നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ എവിടെ പോയാലും ഇങ്ങനെ തന്നെയാണ്, സ്റ്റിയറിങ്ങിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ എന്തും ചെയ്യുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ പ്രകാശം വണ്ടി എടുക്കുകയാണ്. അങ്ങനെ അവരങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ലക്ഷ്മി അവിടെ പകയുടെ തീജ്വാലകൾ എരിയുന്ന കണ്ണുകളും കൊണ്ട് ഇങ്ങനെ ആ ആഴക്കടലിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ലക്ഷ്മി. അതോടുകൂടി നമ്മുടെ സീരിയലിൻ്റെ അതോടുകൂടി നമ്മുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്തായാലും ഇന്നത്തെ മൗനരാഗം സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇനി എന്താണ്, ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ ഇഷ്ടമല്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടും ഞാൻ വരും. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തോളണം, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും മറക്കും, പറയാൻ ഞാനും മറക്കും. ഇനി പിന്നെ കാണാം.